ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ, സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ കേശപ്പനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി, ചോറൊക്കെ വെച്ചു, ഒരു മെഴുക്കോട്ടയൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ, നല്ല വെയിലാണ് കേട്ടോ, അപ്പോൾ തൂക്കാനൊക്കെ ഇറങ്ങിയാണ്. തൂക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ ഇച്ചിരി മണ്ണിൻ്റെ ഒരു സ്ഥലമുള്ള ഇവിടെ ഈ ഒരു ഏരിയയിലും, പിന്നെ നമ്മുടെ തുണി നനയ്ക്കുന്നതിൻ്റെ, പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പുല്ല് വളർന്ന് നിൽക്കുന്ന കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് അതെല്ലാം ഒന്ന് പറിച്ച് കളയാം. ഇങ്ങനെ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ഒരു മരത്തിൽ പായൽ പോലത്തെ ഇതാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പറിച്ച് കളയാൻ പറ്റും. അപ്പോൾ ഈ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ടോ, നേരത്തെ ഞാൻ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോയതിന് ശേഷം അതൊക്കെ അവിടെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കളയാം. കുറേയൊക്കെ അങ്ങ് പോയി. അപ്പോൾ അതെല്ലാം എടുത്ത് കളയാം. ഇപ്പോൾ ആ കറ്റാർവാഴ മാത്രമേ നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അങ്ങനെ ഈ പോച്ചെല്ലാം പറിച്ചു വന്നപ്പോഴത്തേക്കിന് ദൈവമേ, അവിടെ കുറേ ഉറുമ്പും കൂടെ അങ്ങാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. എല്ലാം കൂടി എന്നെ കടിച്ച് കൊന്ന്. ഞാൻ പിന്നെ വേഗം എല്ലാം തൂത്ത് പറിച്ചതിനെല്ലാം നീക്കി കേട്ടോ. അപ്പം ഈ നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ പറ്റാത്ത മുറ്റി ഇങ്ങനെ തറയോട് ചേർന്ന് നിൽപ്പുണ്ട് കുറേ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് കൈ കൊണ്ട് പറിച്ചിട്ട് ബാക്കിയുള്ളതിനെ ഈ മൺവട്ടിയല്ലേ, അത് വെച്ചിട്ട് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ കണ്ട് ഈ പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ കിടക്കുന്നു, അതിനെല്ലാം പറക്കി കളയാമെന്ന് വിചാരിച്ച് പോയതൊക്കെ കേട്ടോ. ഒത്തിരി ചെടികളൊക്കെ ഈ 10 മണി ചെടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതിനെ ഞാൻ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നേ. അതായത് ഈ സൈഡിൽ നിൽക്കുന്ന അതെല്ലാം കളഞ്ഞിട്ട് ഈ മൺവട്ടി എടുത്തുകൊണ്ട് വന്ന് ഈ മൺവട്ടി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചിങ്ങ് വിടുമ്പോഴത്തേക്കിനും അതിങ്ങി പോരും കേട്ടോ. അപ്പം അങ്ങനെ അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കിയെടുത്ത്, പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പലരും വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാറില്ല. അപ്പോൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ കണ്ട ആ ഒരു സൈഡെല്ലാം അങ്ങ് വൃത്തിയാക്കിയിട്ട്, പിന്നെ ഇതേ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഈ പൈപ്പിൻ്റെ ഈ വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ ആണല്ലോ ഇത് കൂടുതലും വരുന്നത്. അങ്ങനെ ആ ഒരു സൈഡിൽ അവിടെ എത്തിയപ്പോഴും ഇതുപോലെ തന്നെ കുറേ ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉറുമ്പിൻ്റെ കടിയൊക്കെ കൊണ്ട് അപ്പോഴത്തേക്ക് ഇതേ കൺട്രാക്ക് വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൺട്രാക്കടിയായിരുന്നു. അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എണ്ണീറ്റതേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴാണ് എണ്ണീറ്റ് വന്നിരിക്കുന്നത്. കാര്യം രാത്രിയിൽ ലേറ്റായിട്ടേ ഉറങ്ങത്തുള്ളൂ ഇപ്പോൾ കേശപ്പൻ. എന്നിട്ട് രാവിലെ 10:30 11:30 ഒക്കെ ആകുമ്പോഴാണ് എണ്ണീക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ ബോളാണ്, പേപ്പർ വെച്ച് തന്നെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് വെച്ചാണ് രാവിലെ എണ്ണീറ്റ് വന്നപ്പോഴേ അതും എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സൈഡും, പിന്നെ ഈ നമ്മുടെ തുണി നനയ്ക്കുന്ന വെള്ളം വീഴുന്ന ആ ഒരു സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി എടുത്ത് കേട്ടോ. കുറേ പെട്ടെന്ന് വരുന്ന മണ്ണ് ഈ പോച്ച പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കിന് വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അകത്ത് വന്നു കേട്ടോ. ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാപ്പിയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. കാര്യം കേശപ്പനും എണ്ണീറ്റിട്ടില്ലല്ലോ. എണ്ണീറ്റിട്ടൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഞാനിരുന്നത്. അങ്ങനെ ഞാൻ രാവിലെ ഇച്ചിരി കട്ടൻ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ദേ കുടിക്കുന്നത് കേട്ടോ. തണുത്തതൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ കേശപ്പൻ അവിടെ പാൽ വെച്ചിരുന്ന് അതും എടുത്തു കൊടുത്ത്. പിന്നെ ഞാൻ പോയപ്പോഴാണെങ്കിൽ ഇച്ചിരി പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് പോയ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഒരു രസം വെച്ചിട്ട് ഞാൻ വിചാരിച്ചൊരു രസം വെക്കാമെന്നേ. പഴയ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും വെച്ചാൽ ശരിയാത്തൊരു സാധനമാണ് രസമെന്ന്. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പം ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു സവാളയുടെ പകുതി എടുത്തിരിക്കുന്നത് കേട്ടോ. സവാളയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കും കേട്ടോ. അപ്പം മല്ലിയില ഇടാതാണ് ഞാൻ രസം വെക്കാറുള്ളത് കേട്ടോ. അപ്പം എൻ്റെ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെക്കുന്ന രീതിയൊക്കെ ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. എനിക്ക് രസം വെച്ചാൽ മല്ലിയില ഇടാൻ പാടില്ല. ഒരു ചുമന്ന കളറല്ല, ഒരു ഡാർക്ക് കളർ ഇരിക്കുന്ന രസമാണ് എനിക്കിഷ്ടം കേട്ടോ. അതിന് വേണ്ടി ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇടാറുള്ളത്. എല്ലാം കൂടെ എൻ്റെ ദേഹത്ത് തീർച്ചെന്നാണ് തോന്നുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആ വെളുത്തുള്ളിയും സവാളയും കൂടി ചതച്ചതിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മസാലയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതൊന്നും വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുളിവെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇരിക്കുന്ന ഉടനെ ചെറിയ ചുമന്ന കളർ എനിക്ക് തോന്നിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ ആ ഒരു മണമായിരിക്കും കൂടുതൽ ഇതിനകത്ത് വരുന്നത്. കായോ എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കിന് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ കായോ ഇട്ട് കൊടുത്തു. പിന്നെ തിളച്ച് വന്നു കേട്ടോ. പിന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. അടിപൊളി രസമാണ് പക്ഷേ ഇത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.